ഈ വിഷയത്തിനകത്ത് ഇന്ന് തന്നെ നമ്മൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം ഈ ടെൻഡറിന്റെ നഗ്നമായ വയലേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതിനകത്തൊരു സ്വജനപക്ഷപാതത്തിന്റെ എലമെന്റ് വരുന്നുണ്ട്, സുതാര്യതയില്ലായ്മയുടെ എലമെന്റ് വരുന്നുണ്ട്. അപ്പോൾ പി ശശിയും അദ്ദേഹത്തിന്റെ മകനും ലീഗൽ അഡ്വൈസറായ കമ്പനിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ പറ്റി കൂടി നമുക്ക് ഈ അവസരത്തിൽ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പത്തനംതിട്ട SP ആയിരുന്ന ശ്രീ സുജിത് ദാസ്, ഈ സുജിത് ദാസ് ഒക്കെ ഈ പി ശശിയുടെ ശിഷ്യന്മാരാണ്. നിരവധി പോലീസിനകത്തെ ക്രിമിനലുകളുടെ പ്രധാനപ്പെട്ട റിക്രൂട്ടറാണ് നമ്മുടെ ഈ പി ശശി. നിങ്ങൾക്ക് പത്തനംതിട്ട SP ബന്ധപ്പെട്ട് നമുക്കാകെ 10-12 ദിവസത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. ആ 12 ദിവസത്തിനിടയിൽ ഈ ജില്ലയിലെ പല വ്യവസായികളെയും ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സുജിത് ദാസിനെതിരായിട്ട് പരാതി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കേരള പോലീസിനകത്ത് ഇപ്പം നമുക്ക് സ്വർണം കടത്തുന്നവരെ അറിയാം, ആ സ്വർണം കടത്ത് സംഘത്തിൽ നിന്ന് സ്വർണം പൊട്ടിക്കുന്നവരെ അറിയാം. ആ സ്വർണം പൊട്ടിക്കുന്നവരിൽ നിന്ന് പൊട്ടിക്കുന്ന ഒരു സംഘം കേരള പോലീസിനകത്ത് യൂണിഫോം ഇട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്വർണം പൊട്ടിക്കൽ സംഘത്തിൽ നിന്ന് സ്വർണം പൊട്ടിക്കുന്ന സംഘാംഗമാണ്, യൂണിഫോംഡ് സംഘാംഗമാണ് പത്തനംതിട്ട മുൻ SP ആയ സുജിത് ദാസ്. ഇപ്പോൾ ഒരു മേലുദ്യോഗസ്ഥനെതിരായിട്ട് ഇത്ര ഗുരുതരമായ ആരോപണത്തിൻ്റെ ഒരു ശബ്ദ പുറത്തു വന്നിട്ട് സുജിത് ദാസിനെതിരായിട്ട് നടപടി ഉണ്ടാകുന്നില്ല. പത്തനംതിട്ട SP ആയിട്ട് ഇനി പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇവിടെ നിന്നൊന്ന് മാറ്റി അയാളെ സസ്പെൻഡ് ചെയ്യണ്ടേ, അയാൾക്കെതിരായിട്ട് ഡിപ്പാർട്ട്മെന്റ് നടപടി എടുക്കണ്ടേ? എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കേരള പോലീസിനകത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണം പൊട്ടിക്കൽ പോലീസ് സംഘത്തിന്റെ സ്വാധീനത്തിന് ഉദാഹരണമാണ്. താനൂരിലെ കസ്റ്റഡി കൊലപാതകം, ആ താനൂരിലെ കസ്റ്റഡി കൊലപാതകം നമ്മുടെ സാധാരണഗതിയിലെ കസ്റ്റഡി കൊലപാതകം എങ്ങനെയാണ് ഉണ്ടാകാറുള്ളത്? സാധാരണ ഏതെങ്കിലും ഒരു കേസിനകത്ത് പ്രതികളാക്കപ്പെടുന്ന ആളുകളെ വിളിക്കും, അവരെ ക്രൂരമായി മർദ്ദിക്കും. ആ മർദ്ദത്തിനിടയിൽ മർദ്ദനത്തിന്റെ ആധിക്യം കൊണ്ട് അയാൾ കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് നമ്മൾ സാധാരണ കസ്റ്റഡി മരണം എന്ന് പറയുന്നത്. എന്നാൽ താനൂരിൽ ഇത് കസ്റ്റഡി മരണമല്ല, വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് താനൂരിൽ നടന്നത്. അത് ഈ പറയുന്നത് പോലെ MDMA കേസുമായി ബന്ധപ്പെട്ടിട്ടല്ല. വളാഞ്ചേരി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ സുജിത് ദാസിന്റെ ബോസായ ഒരു സ്വർണ്ണക്കടത്തുകാരൻ, ആ സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് സ്വർണം പൊട്ടിച്ച സംഘത്തെപ്പറ്റി വിവരമുള്ള ആള് എന്ന നിലയിലാണ് വളരെ ബോധപൂർവം ആസൂത്രിതമായി സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരം കൊട്ടേഷൻ വാങ്ങിയിട്ട് സുജിത് ദാസിന്റെ പേഴ്സണൽ ഷാഡോ ടീമിൽപ്പെട്ട ആളുകൾ ഇയാളെ കൊന്നതിന് ശേഷം സ്റ്റേഷനിൽ എത്തിക്കുന്നതിന്റെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഈ സുജിത് ദാസ് എന്ന് പറയുന്ന ആൾ കേരളത്തിലെ സ്വർണ്ണക്കടത്ത് നെക്സസിന് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ്. ഈ സുജിത് ദാസ് പോലീസ് സേനയിൽ ചേരുന്നതിന് മുൻപ് ഇയാൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്നു. നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. ഈ സുജിത് ദാസിന് കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരിക്കെ വളരെ മോശം ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് പിന്നീട് IPS എഴുതി കേരള പോലീസിലേക്ക് വന്നിരിക്കുന്നത്. സുജിത് ദാസിന്റെ പ്രധാനപ്പെട്ട അന്വേഷിക്കുന്ന കേസുകൾ ഇത്തരത്തിലുള്ള കേസുകളാണ്, സാധാരണ ലോ ആൻഡ് ഓർഡർ കേസുകളല്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസ്. മലപ്പുറത്തെ സുജിത് ദാസ് ഏറ്റവും അധികം ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള കേസ് എന്ന് പറയുന്നത് അവിടെ ഈ 3 അക്ക ലോട്ടറിയുടെ പരിപാടിയുണ്ട്. 3 അക്ക ലോട്ടറിയുടെ ഒരു വലിയ സംഘം മലപ്പുറം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നുണ്ട്. ആ 3 അക്ക ലോട്ടറിക്കാരുടെ കേസുകളാണ് സുജിത് ദാസ് ഏറ്റവും അധികം ഫോളോ അപ്പ് ചെയ്തത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ആ 3 അക്ക ലോട്ടറി സംഘത്തെ, ആ സംഘങ്ങളെ വിരട്ടി അവരിൽ നിന്ന് പണം ധനസമാഹരണം നടത്തുന്ന ആളായിരുന്നു സുജിത് ദാസ്. വളരെ മോശമായ ക്രിമിനൽ ട്രാക്ക് റെക്കോർഡുകളുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് സുജിത് ദാസ്. ഈ സുജിത് ദാസിനെയാണ് പി ശശിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പത്തനംതിട്ടയിലേക്ക് അടക്കം ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ADGP അജിത് കുമാർ, വ്യക്തിപരമായൊരു സന്തോഷം ഈ വിവരങ്ങളൊക്കെ വരുമ്പം വ്യക്തിപരമായൊരു സന്തോഷം എനിക്കുണ്ടാകുന്നത്, ഇപ്പം DYFIക്കാരും BJPക്കാരും ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോൾ ഏറ്റവും അധികം ആക്ഷേപങ്ങളുമായി വ്യക്തിപരമായ അറ്റാക്കുമായി വന്നൊരു വിഷയമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, വളരെ പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു, ഈ വിഷയത്തിനകത്ത് എനിക്ക് ഒളിക്കാനൊന്നുമില്ല. അതുകൊണ്ട് എന്നെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു മുൻകൂർ ജാമ്യം പോലും തേടാതെ, ഒരു നോട്ട് ടു അറസ്റ്റ് പോലും തേടാതെയാണ് ഞാൻ പോലീസുമായി ഈ വിഷയത്തിൽ സഹകരിക്കുന്നതെന്ന് പറഞ്ഞു. അത് ഈ പിണറായി വിജയൻ എൻ്റെ കൈ ശുദ്ധമാകുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്ന പോലെയല്ല, ശുദ്ധമായതുകൊണ്ട് തന്നെയാണ് ആ കോൺഫിഡൻസിൽ പോയത്. ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ എന്താ? അന്ന് അത് ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തൊരു ചാനൽ തന്നെ ഇപ്പോൾ പറയുന്നു ADGP
അത് അന്വേഷിച്ച സംഘത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ്, ഒരാഴ്ചക്കുള്ളിൽ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും അറസ്റ്റ് ചെയ്യണമെന്ന് പി ശശിയുടെ നിർദ്ദേശമുണ്ടെന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പൊളിറ്റിക്കൽ വെണ്ടേറ്റ അന്വേഷണ സംഘങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പം പ്രതിപക്ഷത്തെ ഒരു യുവജന സംഘടനയുടെ അധ്യക്ഷനും മുൻ അധ്യക്ഷനും എതിരായിട്ട് ഒരു പൊളിറ്റിക്കൽ വെണ്ടേറ്റ അന്വേഷണം വേണ്ട, ഒരാഴ്ചക്കുള്ളിൽ അറസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതനുസരിച്ച് തെളിവുകൾ ഉണ്ടാക്കാൻ നോക്കി. എന്നിട്ടും തെളിവുകളൊന്നും ലഭിക്കാത്തത് കൊണ്ടാണ്, ഒരു തെളിവ് ഉണ്ടാക്കാൻ പോലും പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്.